ഇന്നെന്ത് കറിയുണ്ടാക്കണമെന്ന് ആലോചിക്കുമ്പോൾ തന്നെ പച്ചക്കറിയുടെ പൊള്ളുന്ന വിലയെക്കുറിച്ചോർത്ത് മിക്ക വീട്ടമ്മമാരുടെയും ഉള്ളൊന്ന് കാളും. മലയാളിയുടെ നിത്യഭക്ഷണത്തിൽ പച്ചക്കറി ഒഴിവാക്കാനാവാത്തതുകൊണ്ട് പൊള്ളുന്ന വില കൊടുത്തായാലും വാങ്ങാമെന്ന് വിചാരിച്ചാൽ തന്നെ മാരകമായ കീടനാശിനികളും അനിയന്ത്രിതമായ രാസവള പ്രയോഗം കൊണ്ടും വിഷലിപ്തങ്ങളായ പച്ചക്കറികൾ നല്ലൊരു ശതമാനം വീട്ടമ്മമാരുടെയും മനസ്സിലെ ഭീതിയാണ്. എന്നാൽ തിരുവനന്തപുരം ജില്ലയിലെ കുറ്റിച്ചൽ പഞ്ചായത്തിലെ മിക്ക വീട്ടമ്മമാർക്കും ഇന്നെന്ത് കറിയുണ്ടാക്കണമെന്ന് ഓരോ ദിവസവും ആലോചിക്കുമ്പോഴേ സ്വന്തം വീടിൻ്റെ ടെറസിലേക്കാണവർ അഭിമാനത്തോടെ നോക്കുന്നത്. രാസവളങ്ങളും കീടനാശിനികളും വിഷം പുരട്ടാത്ത നല്ല ഫ്രഷായ വിവിധ ഇനം പച്ചക്കറികൾ അവിടെ തങ്ങളെയും കാത്ത് പാകമായി നിൽപ്പുണ്ടെന്നവർക്കറിയാം. നഗരപ്രദേശങ്ങളിൽ മാത്രം നാം സാധാരണ കണ്ടുവരുന്നതാണല്ലോ ടെറസിലെ കൃഷി. കേരളത്തിലെ മിക്ക നഗരങ്ങളിലും കൃഷിയിടങ്ങൾ ഒന്നൊന്നായി അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഫലമായി നഗരങ്ങളിൽ നിന്ന് മണ്ണ് എന്ന പൊന്ന് മാഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നു. ഗ്രാമങ്ങളിലേക്കും നഗരം ഇരച്ചു കയറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഫലമായി നാളെ സംഭവിച്ചേക്കാവുന്ന ദുരന്തങ്ങളെ മുൻകൂട്ടി കണ്ടതുകൊണ്ടാവണം കൃഷി തങ്ങളുടെ പൈതൃക സ്വത്തായി മനസ്സിൽ കൊണ്ട് നടക്കുന്ന കുറ്റിച്ചൽ പഞ്ചായത്തിലെ ചില കർഷകർ തങ്ങളുടെ വീടിൻ്റെ ടെറസുകൾ കൃഷിയിടങ്ങളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ കുറ്റിച്ചൽ കർഷക സംഘത്തിൽ സെക്രട്ടറിയാണ്. കുട്ടിക്കാലം മുതലേ എൻ്റെ വീട്ടിലും ഇഷ്ടം പോലെ കൃഷി ചെയ്യുന്ന കണ്ടാണ് ഞാൻ വളർന്നത്. നമ്മളും അതേപോലെ കൃഷിയിൽ താല്പര്യം ഉണ്ടായിരുന്നു. വീട്ടിൽ അച്ഛൻ നല്ല കർഷകനായിരുന്നു. എൻ്റെ സ്വന്തം സ്ഥലം കാരേറ്റ് പേടികുളം എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീട്. ഇപ്പം ഇവിടെ വന്നിട്ട് നമ്മൾ 12 വർഷമായി കുറ്റിച്ചൽ ലൂർദ് മാതാ കോളേജിലാണ് എൻ്റെ ഭർത്താവിന് ജോലി. അത് കാരണമാണ് നമ്മളിങ്ങോട്ട് താമസം മാറ്റിയത്. ഇവിടെ വന്നിട്ടും നമുക്ക് കൃഷിയിൽ നല്ല താല്പര്യമുള്ളതുകൊണ്ട് നമ്മൾ ഈ വീട് സ്ഥലവും വാങ്ങിച്ചിട്ട് 4 വർഷമായി. അന്ന് മുതലേ നമ്മളിവിടെ ടെറസിൻ്റെ മുകളിലായിരുന്നു. വാടകയ്ക്ക് താമസിച്ചപ്പോൾ അവിടെയും കൃഷിയുണ്ടായിരുന്നു. ജലജയുടേത് ഒരു കർഷക കുടുംബമാണ്. കുറ്റിച്ചൽ കർഷക സംഘത്തിൻ്റെ സെക്രട്ടറിയാണ് ജലജ. കൃഷിയാണ് തൻ്റെ ജന്മദൗത്യമെന്ന് വിശ്വസിക്കുന്ന ഒരു യഥാർത്ഥ കർഷകനാണ് ജലജയുടെ ഭർത്താവ് ദിലീപ്. കുറ്റിച്ചൽ പഞ്ചായത്ത് കാർഷിക വികസന സമിതിയിലെ സജീവ അംഗവും കുറ്റിച്ചൽ കർഷക സംഘത്തിൻ്റെ കൺവീനറുമാണ് ദിലീപ്. എൻ്റെ സ്ഥലം കിളിമാനൂരാണ്. എൻ്റെ ഭാര്യയുടെ സ്ഥലം കാരേറ്റ് പേടികുളം. നമ്മളെ വീട് പണ്ട് തൊട്ടേ നമ്മളെ കുട്ടിക്കാലം തൊട്ടേ കൃഷിയും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും നല്ല കർഷക കുടുംബങ്ങളായിരുന്നു. ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നന്നായിട്ട് കൃഷി ചെയ്തിരുന്നു. പിന്നെ നെൽകൃഷിയും മരമടിയും പൂട്ടും എന്ന് വേണ്ട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് 2 പേർക്കും അയാൾ കൃഷിയായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരു ഫീൽഡ് വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. കുറേ വീടുകളുമായിട്ടൊക്കെ വീട്ടുകാരെയൊക്കെ ഉള്ളൊരു സംഘം അതുമായിട്ട് പ്രവർത്തിക്കുന്നു. പിന്നെ നീ വാ, ഇവനാണ് ഇവിടുത്തെ കൃഷിയിലെ മിക്കവാറും ഉള്ള കാര്യങ്ങളൊക്കെ നോക്കുന്ന എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. പിന്നെ നമ്മളെ സഹായമുണ്ട്, നമ്മളൊരു ഡയറക്ഷനും ഒക്കെ ഉണ്ട്. എന്നാലും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുന്നത് അവനാണ്. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ല ഇനം വിത്തുകളൊക്കെ കൊണ്ടുവരിക എവിടുന്നെങ്കിലുമൊക്കെ. ഇപ്പോൾ തന്നെ അത് അമേരിക്കയിൽ നിന്ന് ഇപ്പം ഈ അടുത്ത് ഇവിടെ എത്തിയ ഒരു ചീരയാണ്. അതേപോലെ തന്നെ ഓസ്ട്രേലിയയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു വെണ്ട, ആസ്ട്രേലിയൻ ക്യാപ്സിക്ക, അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന ചെറിയൊരു ടൊമാറ്റോ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവരികയും അത് മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഇനിയിപ്പോൾ എൻ്റെ അടുത്ത ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്, നമുക്ക് 2 കൂട്ടർക്കും ഇഷ്ടം പോലെ നെൽകൃഷി ഉണ്ടായിരുന്നതാണ്. അപ്പോൾ നെല്ല് ഇതിൻ്റെ മുകളിൽ ചെയ്യാൻ വെക്കും. അതിനൊരു സാമ്പിളായിട്ടൊന്ന് ചെയ്ത് നോക്കിയതാണ്. പക്ഷേ ഒരു ചെറിയ വിജയത്തിലെത്തുകയാണെങ്കിൽ എനിക്കിവിടെ മൊത്തം 300 ബക്കറ്റിലായിട്ട് ഒരു ബക്കറ്റിൽ 4 നെൽമണി വീതം നട്ട് ഒരു 1200 നെല്ല് നട്ടിട്ട് അതൊരു 100% ഓർഗാനിക്കായിട്ട് ഒരു ഒരു വളമോ ഒരു കീടനാശിനിയോ ഒന്നും ചേർക്കാതെ തന്നെ ഒരു റെക്കോർഡ് വിളവ് ഉണ്ടാക്കിയെടുക്കണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം.
കുറ്റിച്ചൽ പഞ്ചായത്തിൽ ഒരിടത്തു പോലും നെൽകൃഷിയില്ല. നെൽകൃഷി എന്താണെന്ന് പോലും അറിയാതെയാവും ഒരുപക്ഷെ കുറ്റിച്ചലിലെ പുതിയ തലമുറ വളരുക. ആ ദുരവസ്ഥ ഒഴിവാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ദിലീപ് തൻ്റെ ടെറസിലെങ്കിലും നെൽകൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ അതുമല്ല, ഇവിടെ ഇപ്പോൾ ഇതിൽ തന്നെ മീനുണ്ട്. ഇവിടുന്ന് നമ്മൾ ഇതിൻ്റെ അകത്ത് വീഴുന്ന വെള്ളം മൊത്തം പൈപ്പ് വഴി താഴെ ഒരു വലിയ ടാങ്കിലേക്ക് സംഭരിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ കൊഞ്ച്, കരിമീൻ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വേറെ ഒന്നും പറ്റില്ല. പിന്നെ ഇവിടെ കീടത്തിനകത്താനെന്ന് പറഞ്ഞാൽ കീടത്തിനെ മാറ്റാൻ വേണ്ടിയിട്ട് ഇതേപോലെ സ്റ്റീൽ പാത്രത്തിൽ വെള്ളം വച്ചിട്ട് അതിൽ എണ്ണ വച്ച് തിരിയിട്ട് കത്തിച്ചാണ് കീടങ്ങളെയൊക്കെ അകറ്റുന്നത്. പിന്നെ ചിലന്തിയൊക്കെ ചിറ്റാക കൊണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് കൃഷിയെ സഹായിക്കാനും ഒക്കെ വേണ്ടിയിട്ട് തന്നെയാണ് എല്ലാ മൂലയിലും ചെറുതേൻ വച്ചിട്ടുണ്ട്. ഈ ചെറുതേനും നന്നായിട്ട് നമുക്കതിൽ നിന്ന് ചെറുതേൻ, നല്ല ശുദ്ധമായ ചെറുതേൻ, കാരണം ഇവിടെ തുളസിയും അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. അതിൽ നിന്ന് ഇവിടെ നിന്ന് തന്നെയാണ് രാവിലെ ഒന്ന് നോക്കിയാൽ എല്ലാ പൂക്കളിലും നിറയെ ചെറുതേൻ ഇരിക്കുന്നതാണ്. അങ്ങനെ അതിൽ നിന്ന് തേൻ കിട്ടും. അത് കൃഷിയുടെ വളർച്ചയ്ക്കും അത് വളരെ പ്രയോജനമാണ്. തേൻ എടുക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കിയാൽ വീട്ടിലെ ആർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. സൂചി കൊണ്ട് ചെറിയ സുഷിരങ്ങൾ ഉണ്ടാക്കിയ ഒരു പ്ലാസ്റ്റിക് കുപ്പിയിലേക്ക് ജോലിക്കാരായ തേനീച്ചകളെ ശേഖരിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. തേനീച്ചകളെല്ലാം കുപ്പിയിൽ കയറിക്കഴിഞ്ഞാൽ കുപ്പി അടച്ച് മാറ്റിവെക്കാം. എന്നിട്ട് വേണം കൂട് വലിയ അനക്കം തട്ടാതെ താഴേക്കെടുത്തു വെച്ച് തുറക്കാൻ. ദേ, ഈ കറുത്ത് കാണുന്നതാണ് തേൻ. ഈ വെളുത്ത നിറത്തിൽ കാണുന്നത് തേനീച്ച കുഞ്ഞുങ്ങളാണ്. ഇത് പൂമ്പൊടി. പരിശുദ്ധമായ ചെറുതേനിൻ്റെ വെള്ളനിറം കണ്ടില്ലേ? ഏറെ ഔഷധ ഗുണമുള്ള പരിശുദ്ധമായ ചെറുതേനിന് കിലോയ്ക്ക് 1500 രൂപയ്ക്കുമേൽ ഇന്ന് മാർക്കറ്റിൽ വിലയുണ്ട്. പച്ചക്കറി കൃഷിയോടൊപ്പം ചെറുതേൻ വളർത്തലും വീട്ടമ്മമാർക്ക് പരീക്ഷിക്കാവുന്നതാണ്. നമ്മളെല്ലാ ഐറ്റവും ഇവിടെ നട്ടിട്ടുണ്ട്. ആയുർവേദിക് ആയിട്ടുള്ള സാധനങ്ങൾ, വളരെ അപൂർവമായിട്ടുള്ള, ഇപ്പോൾ വിക്സ്, സർപ്പഗന്ധി, അങ്ങനെയുള്ള വളരെ അപൂർവമായിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നെ ഇവിടെയുണ്ട്. പിന്നെ ഈ ചിലന്തി വിഷത്തിന് ഉപയോഗിക്കുന്ന ഒരു ചെടിയുണ്ട്. പിന്നെ പുതിന, ബ്രഹ്മി, ആരോഗ്യപ്പച്ച, ഇങ്ങനെയുള്ള മിക്കവാറുമുള്ള എല്ലാ ഇനങ്ങളും, കറ്റാർവാഴ, ഇങ്ങനെയുള്ള എല്ലാ ഇനങ്ങളും തന്നെ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ഞാനിവിടെ താല്പര്യമുള്ള എല്ലാവർക്കും വിത്തുകൾ പല സ്ഥലത്തു നിന്നായിട്ട് ഏറ്റവും നല്ല വിത്തുകൾ കൊണ്ടുവന്നു ഞങ്ങളുടെ കൃഷിയിടങ്ങളിൽ നിന്ന് കിട്ടുന്ന വിത്തിനെ ഡെവലപ്പ് ചെയ്ത് നന്നായിട്ട് പ്രോസസ്സ് ചെയ്ത്, അതുകൊണ്ട് തന്നെ നല്ലൊരു സീഡ് ബാങ്ക് തന്നെ ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട്. 2-3 വർഷമായിട്ട് വേണ്ടുന്ന എല്ലാവർക്കും, ഇവിടെ ഈ പ്രദേശത്തുള്ള മിക്കവാറും ആവശ്യക്കാർക്ക് എല്ലാവർക്കും മിക്കവാറും നല്ല വിത്തുകളൊക്കെ ഞാൻ വാങ്ങിച്ചായാലും ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടാണെങ്കിലും അത് കൊടുക്കുന്നുണ്ട്. ഭർത്താവിനൊപ്പം വിദേശത്ത് ആരോഗ്യമേഖലയിൽ ജോലി നോക്കിയിരുന്നപ്പോഴും ഇന്ദിരയുടെ മനസ്സിൽ ജന്മനാടിൻ്റെ പച്ചപ്പും കൃഷിയും ഉണ്ടായിരുന്നു. നാട്ടിൽ വന്ന ശേഷം മനസ്സിലെ കൃഷിയോടുള്ള മോഹം സ്വന്തം വീടിൻ്റെ ടെറസിൽ പച്ചക്കറി കൃഷി ചെയ്ത് പൂവണിയിക്കുകയായിരുന്നു ഇന്ദിര. അതിന് ഭർത്താവ് രാജുവിൻ്റെ എല്ലാവിധ പിന്തുണയും ഇന്ദിരയ്ക്കുണ്ടായിരുന്നു. ഞാനൊരു ഗൾഫ് റിട്ടേൺഡാണ്. അവിടുന്ന് പാരമ്പര്യമായിട്ട് ഞങ്ങൾ കൃഷിക്കാരാണ്. അവിടുന്ന് വന്നു കഴിഞ്ഞ് ഇവിടെ എനിക്ക് സ്വന്തമായിട്ട് ഒരു കൃഷി തുടങ്ങണമെന്ന് തോന്നി. ആ ഒരു ടെംപ്റ്റേഷനിൽ ഞാൻ ഈ കൃഷി തുടങ്ങിയതാണ്. അപ്പോൾ എൻ്റെ വീട്ടാവശ്യത്തിനുള്ള കൃഷികൾ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. പോരാത്തത് മാത്രമേ ഞാൻ വാങ്ങിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഈ ഉള്ള മലക്കറികളൊന്നും ഇപ്പം ഞാൻ അങ്ങനെ വാങ്ങിക്കാറില്ല. എന്നെപ്പോലെ ഉള്ളവർക്ക് ഇതുപോലെ തുടങ്ങാവുന്നതാണ്. ടെറസിലെ ഈ കൃഷിക്ക് പുറമെ പുരയിട കൃഷിയും ഇന്ദിരയ്ക്കുണ്ട്. വീട്ടുവളപ്പിലെ 1 ഇഞ്ച് സ്ഥലം പോലും പാഴാക്കാതെ ഇന്ദിര കൃഷി ഇറക്കിയിരിക്കുന്നത് കാണേണ്ടതാണ്.
രാജഭരണകാലത്ത് മധ്യ തിരുവിതാംകൂറിൽ നിന്ന് കുറ്റിച്ചലേക്ക് കുടിയേറിയ വലിയൊരു കർഷക കുടുംബത്തിൻ്റെ പരമ്പരയിൽപ്പെട്ട കർഷകനാണ് ഈ ടെറസിലെ കൃഷിയുടെ ഉടമസ്ഥൻ രാജൻ സി സാമുവൽ. വീട്ടിൽ പച്ചക്കറി കൃഷിക്കുള്ള സ്ഥലമില്ലാത്തതുകൊണ്ട് എൻ്റെ കുറ്റിച്ചൽ കടയുടെ മേളിൽ ടെറസ് കൃഷി ചെയ്യാമെന്നൊരു ആഗ്രഹിച്ചു. നല്ല പച്ചക്കറി എൻ്റെ വീട്ടാവശ്യത്തിനും എൻ്റെ കുടുംബത്തിനും കിട്ടുമെങ്കിൽ കൂടുതൽ കിട്ടിയാൽ അവർക്കും കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. ഇതേപോലെയുള്ള കൃഷി ഈ നാട്ടിൽ പലയിടത്തുമുണ്ട്. അവരെല്ലാവരും നല്ല രീതിയിൽ കൃഷി തന്നെ ആഗ്രഹിക്കുന്നു. നല്ല വിത്ത് കിട്ടിട്ട് നല്ല രീതിയിലുള്ള കൃഷി നടത്തി നല്ല ഭക്ഷണം കഴിക്കാൻ ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇദ്ദേഹത്തിന് കൃഷി ഒരാദായ മാർഗം മാത്രമല്ല, ഒരാനന്ദം കൂടിയാണ്. ഇന്ന് കുറ്റിച്ചലിലെ പ്രധാന കർഷകരിൽ ഒരാളാണ് രാജൻ സി സാമുവൽ. കുറ്റിച്ചലിലെ തന്നെ കള്ളോടിൽ സിമി ഷാജിയുടെ വീട്ടിലെ ടെറസിലും വീട്ടുവളപ്പിലുമില്ലാത്ത കൃഷികളില്ല. നാടൻ പച്ചക്കറികളും ശീതകാല പച്ചക്കറികളും നാരകവും റംബൂട്ടാനും എന്നു വേണ്ട എല്ലാമുണ്ടവിടെ. വിദേശത്ത് ജോലി ചെയ്യുന്ന ഭർത്താവിൻ്റെ പ്രോത്സാഹനമാണ് തൻ്റെ കൃഷികളുടെ കരുത്തെന്ന് സിമി വിശ്വസിക്കുന്നു. നാട്ടിലെത്തിയാൽ ഭർത്താവ് ഷാജി സിമിക്കൊപ്പം കൃഷിയിടത്തിലുണ്ടാവും. ഭർത്താവ് നാട്ടിലില്ലാത്തപ്പോൾ ആ കുറവ് നികത്തുന്നത് സിമിയുടെ മക്കളായ ഷംസ റംലത്തും മുഹമ്മദ് യാസീമുമാണ്. ഞാനിത് 8 വർഷത്തോളമായി ഈ ടെറസിലെ പച്ചക്കറി കൃഷി ചെയ്തു തുടങ്ങിയിട്ട്. അപ്പോൾ വീട്ടിൽ എല്ലാവർക്കും ഇതിനോട് താല്പര്യമാണ്. പിന്നെ എനിക്കിതിൽ നിന്ന് നേട്ടമെന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് പച്ചക്കറി മേടിക്കേണ്ട, പിന്നെ വിഷം തീണ്ടാത്ത പച്ചക്കറികൾ എൻ്റെ മക്കൾക്കും കൊടുക്കാം, എനിക്ക് കഴിക്കാം, പുറത്തുള്ളവർക്ക് ബന്ധുക്കൾക്കും നാട്ടുകാർക്കും ഒക്കെ വിതരണം ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ എനിക്ക് പിന്നെ കുറച്ചുകൂടെ ഒരു നല്ല മനസ്സിനൊരു തൃപ്തിയും സന്തോഷവും ഒക്കെയാണ് കൂടുതലായിട്ട് കിട്ടുന്നത്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ കൂടുതൽ രാസ കീടനാശിനികൾ ഇതൊന്നും ഉപയോഗിക്കാത്ത പച്ചക്കറികൾ. ഇപ്പോൾ ഏറ്റവും കൂടുതലും പച്ചക്കറികൾ വരുന്നതെന്ന് വെച്ചാൽ നല്ല വിഷമുള്ള പച്ചക്കറികളാണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ എൻ്റെ വീട്ടിലെന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിന് തൃപ്തിയോടെ കഴിക്കാൻ പറ്റും. എനിക്ക് വേറെ ഒന്നും ഇതിലോട്ട് പിന്നെ കീടനാശിനികളൊന്നും ഉപയോഗിക്കാതെ തന്നെ എനിക്ക് കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് മറ്റുള്ളവർക്ക് പ്രചോദനമാകത്തക്ക രീതിയിൽ ഞങ്ങളൊരു സംഘടന, ഗ്രൂപ്പിലുള്ള ഒരു അംഗം കൂടിയാണ് ഞാൻ. അപ്പോൾ അതിൽ പ്രവർത്തിക്കുന്ന 30 അംഗങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഇതൊരു പ്രചോദനമാണ്. പിന്നെ എൻ്റെ കുട്ടികളും ഹസ്ബൻഡും ഇതിനോട് ഭയങ്കര താല്പര്യമാണ്. പിന്നെ ഞങ്ങൾക്ക് കുറ്റിച്ചൽ കൃഷിഭവനിൽ നിന്നുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. കൃഷി ഓഫീസേഴ്സ് ആണെങ്കിലും
വേണ്ട നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് ഇടയ്ക്ക് വന്ന് ഞങ്ങളുടെ ടെറസ് സന്ദർശിച്ച് ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഏത് വിത്തിനാണെങ്കിലും ഞങ്ങൾക്ക് വിളിക്കാം. ഞങ്ങൾക്ക് നല്ല നല്ല വിത്തുകൾ കിട്ടുമ്പോൾ ഞങ്ങൾക്ക് കൊണ്ടുവന്ന് ഷെയർ ചെയ്ത് തരാൻ ഞങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു സഹകരണമാണ് കൃഷിഭവനുമായിട്ട് ഞങ്ങൾക്ക് കിട്ടുന്നത്. പിന്നെ ഞങ്ങൾ നബാർഡിൻ്റെ കീഴിൽ തന്നെയാണ് ഞങ്ങളുടെ സംഘടന പ്രവർത്തിക്കുന്നത്. പ്രതിവർഷം നമുക്ക് വേണ്ടുന്ന ലക്ഷക്കണക്കിന് ടൺ പച്ചക്കറികളിൽ ചെറിയൊരളവ് മാത്രമേ നമുക്കിവിടെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നുള്ളൂ. അതുകൊണ്ടാണ് മറ്റ് നിവൃത്തിയില്ലെങ്കിലും ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾക്ക് കാരണമായ അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിഷലിപ്തമായ പച്ചക്കറികളെ നമുക്ക് ആശ്രയിക്കേണ്ടി വരുന്നത്. മലയാളിയുടെ ഈ ദുരവസ്ഥയ്ക്കൊരവസാനമുണ്ടാവണമെങ്കിൽ കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് ചർച്ചകളും സെമിനാറുകളും നടത്തിയതുകൊണ്ട് മാത്രമായില്ല. കുറ്റിച്ചൽ പഞ്ചായത്തിലെ ടെറസ് കൃഷി പോലെ ലഭ്യമായ ഇടങ്ങളിലെല്ലാം നമുക്ക് കൃഷി ചെയ്യാം. അല്ലാതെ എളുപ്പവഴികളൊന്നുമില്ല. കൃഷി ചെയ്യാനുള്ള ആഗ്രഹവും അതിനുവേണ്ടി പരിശ്രമിക്കാനുള്ള ഇച്ഛാശക്തിയും ഉണ്ടെങ്കിൽ മണ്ണില്ലെങ്കിലും ടെറസിലും നമുക്ക് പൊന്നു വിളയിക്കാമെന്ന് സ്വന്തം കൃഷി അനുഭവത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തിയ കുറ്റിച്ചലിലെ കർഷകരെ നമുക്ക് മാതൃകയാക്കാം. കൃഷി നമ്മുടെ പൈതൃക സ്വത്താണ്, നമ്മുടെ സംസ്കാരമാണ്. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മിനി ഡയറി യൂണിറ്റ് ആരംഭിക്കാൻ സാമ്പത്തിക സഹായം. മട്ടുപ്പാവ് കൃഷി പരിപാലനത്തിന് കാർഷിക ഉൽപ്പാദന സാമഗ്രികൾ നൽകും. ദേശീയതല ചെറുതേനീച്ച വളർത്തൽ ശില്പശാല തിരുവനന്തപുരത്ത്. വിശദമായ വാർത്തകളിലേക്ക്. പ്രത്യേക തൊഴിൽദാന പദ്ധതിയിൽ അംഗമായ ക്ഷീര കർഷകർക്ക് RKVY പദ്ധതി പ്രകാരം മിനി ഡയറി യൂണിറ്റ് ആരംഭിക്കാൻ സാമ്പത്തിക സഹായം നൽകും. 25,000 രൂപയാണ് പദ്ധതി പ്രകാരം സബ്സിഡി നൽകുക. തൊഴിൽദാന പദ്ധതിയിൽ അംഗങ്ങളായ ക്ഷീര കർഷകരുടെ അപേക്ഷകൾ ഈ മാസം 5-ാം തീയതിക്ക് മുൻപ് കൃഷിഭവനുകളിൽ സമർപ്പിക്കേണ്ടതാണ്. സമഗ്ര പച്ചക്കറി പദ്ധതി പ്രകാരം കഴിഞ്ഞ വർഷം നൽകിയ ഗ്രോ ബാഗുകൾക്ക് പരിപാലന ഇനത്തിൽ 49 രൂപയുടെ കാർഷിക ഉൽപ്പാദന സാമഗ്രികൾ നൽകുന്നു. കൂടാതെ 2013-14 വർഷത്തിൽ കൃഷിഭവനുകൾ വഴി നടപ്പാക്കുന്ന മട്ടുപ്പാവിലെ പച്ചക്കറി കൃഷിക്ക് ഗ്രോ ബാഗുകൾ നൽകുന്നു. പോട്ടിംഗ് മിശ്രിതം നിറച്ച ഗ്രോ ബാഗുകളിൽ പച്ചക്കറി തൈകൾ നട്ട് വീടുകളിലെ മട്ടുപ്പാവുകളിൽ എത്തിച്ചു കൊടുക്കും. ഈ പദ്ധതിയിൽ ഗുണഭോക്താക്കൾ ആകുന്നവർക്ക് 500 രൂപ കൃഷിഭവനുകളിൽ അടയ്ക്കണം. കർഷകർ ഗ്രോ ബാഗുകൾക്ക് 49 രൂപയുടെ കാർഷിക ഉൽപ്പാദന സാമഗ്രികൾക്കും കൃഷിഭവനുമായി ബന്ധപ്പെടുക. നാഷണൽ ബി ബോർഡിന്റെ സഹായത്തോടെ കേരള കാർഷിക സർവകലാശാല, കൃഷി വകുപ്പ്, സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ എന്നിവയുടെ സംയുക്ത നേതൃത്വത്തിൽ ഈ മാസം 16-17 തീയതികളിൽ തിരുവനന്തപുരത്ത് ദേശീയതല ചെറുതേനീച്ച വളർത്തൽ ശില്പശാല സംഘടിപ്പിക്കുന്നു. വാണിജ്യ അടിസ്ഥാനത്തിൽ ചെറുതേനീച്ച വളർത്തൽ പ്രോത്സാഹിപ്പിക്കുകയാണ് ശില്പശാലയുടെ ലക്ഷ്യം. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിൽ പ്രോജക്ട് കോർഡിനേറ്റർ ഡോക്ടർ RK താക്കൂർ, നാഷണൽ ബി ബോർഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ സുശീൽ കുമാർ സിംഗ്ല, കേരള കാർഷിക സർവകലാശാലയിലെ വിദഗ്ധർ എന്നിവർ ശില്പശാലയിൽ ക്ലാസ് എടുക്കും. അപേക്ഷാ ഫോറം വെള്ളയാണി കാർഷിക കോളേജ് തേനീച്ച പരാഗണ കേന്ദ്രത്തിലും കാർഷിക സർവകലാശാലയുടെ വെബ്സൈറ്റിലും ലഭിക്കും. ഡിസംബർ 5-നകം അപേക്ഷിക്കണം. വെബ്സൈറ്റ് www.kau.edu.
ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0412-384-422. മൃഗസംരക്ഷണ വകുപ്പ് മികച്ച കർഷകർക്ക് നൽകുന്ന അവാർഡുകൾക്ക് അപേക്ഷിക്കാം. സംസ്ഥാന തലത്തിൽ മികച്ച ക്ഷീരകർഷകൻ, സമ്മിശ്ര മൃഗസംരക്ഷകൻ, പൗൾട്രി കർഷകൻ, യുവ കർഷകൻ, വനിതാ സംരംഭക എന്നിവർക്കാണ് അവാർഡ് നൽകുന്നത്. ജില്ലാ തലത്തിൽ മികച്ച ക്ഷീരകർഷകനും സമ്മിശ്ര മൃഗസംരക്ഷകനുമാണ് അവാർഡ്. ജില്ലാതല അവാർഡിന് തിരഞ്ഞെടുക്കുന്നവരിൽ നിന്ന് മികച്ച ക്ഷീരകർഷകനും സമ്മിശ്ര കർഷകനും സംസ്ഥാന അവാർഡ് നൽകും. അപേക്ഷ മൃഗാശുപത്രികളിൽ ലഭിക്കും. പൂരിപ്പിച്ച അപേക്ഷകൾ ജനുവരി 10-ാം തീയതിക്ക് മുൻപായി മൃഗാശുപത്രികളിൽ സമർപ്പിക്കണം. മുൻവർഷങ്ങളിലെ സംസ്ഥാന അവാർഡ് ജേതാക്കൾ അപേക്ഷിക്കാൻ പാടില്ല. എന്നാൽ ജില്ലാതലത്തിൽ അവാർഡ് നേടിയവർക്ക് അപേക്ഷിക്കാം. അപേക്ഷാ ഫോറത്തിനും മാർഗനിർദ്ദേശത്തിനും സന്ദർശിക്കാവുന്ന വെബ്സൈറ്റ് www.ahd.kerala.gov.in. തിരുവനന്തപുരം മിത്ര നികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ തേനീച്ച വളർത്തലിൽ പരിശീലനം നൽകുന്നു. താൽപ്പര്യമുള്ളവർ ഡിസംബർ 5-ാം തീയതി രാവിലെ 10 മണിക്ക് മുൻപ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ എത്തണം. വെള്ളയാണി കാർഷിക കോളേജ് ഇൻസ്ട്രക്ഷണൽ ഫാമിൽ ഈ മാസം 5, 6 തീയതികളിൽ കൂൺ കൃഷി പരിശീലനം സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 9441-75827. അശാസ്ത്രീയമായി പ്രവർത്തിക്കുന്ന അറവുശാലകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനും നിലവിലുള്ളവ ആധുനികവൽക്കരിക്കുന്നതിനും മൃഗസംരക്ഷണ വകുപ്പ് പദ്ധതി തയ്യാറാക്കി അറവുകാർക്ക് പരിശീലനം നൽകും. താൽപ്പര്യമുള്ളവർ ഈ മാസം 15-ാം തീയതിക്ക് മുൻപ് തദ്ദേശ സ്ഥാപനങ്ങളിൽ പേര് രജിസ്റ്റർ ചെയ്യണം. തിരുവനന്തപുരം കൊടപ്പനക്കുന്ന് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ ഈ മാസം 11, 12 തീയതികളിൽ മുയൽ വളർത്തലിലും 18, 19 തീയതികളിൽ വീട്ടുവളപ്പിലെ കോഴി വളർത്തലിലും ശാസ്ത്രീയ പരിശീലനം നൽകുന്നു. പരിശീലനത്തിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ പരിശീലന ദിവസം രാവിലെ 9 മണിക്ക് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ ഹാജരാകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0471-2732918. ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറിയോടനുബന്ധിച്ചിട്ടുള്ള പൗൾട്രി ട്രെയിനിംഗ് സെന്ററിൽ ഈ മാസം 11-ാം തീയതി കാട വളർത്തലിലും 18, 19 തീയതികളിൽ മുയൽ വളർത്തലിലും സൗജന്യ പരിശീലനം നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0479-2457778. ഇനി കമ്പോള നിലവാരം. റബ്ബർ RSS 4 ക്വിൻ്റലിന് 15,250 രൂപ. റബ്ബർ RSS 5 14,300. വെളിച്ചെണ്ണ 11,000. കൊപ്ര 8,000. കുരുമുളക് 50,600 രൂപ. ജാതിക്ക തൊണ്ടോട് കൂടിയത് കിലോയ്ക്ക് 350 രൂപ. തൊണ്ടില്ലാതെ കിലോയ്ക്ക് 630 രൂപ. കമ്പോള അവലോകനം. കുരുമുളക് വിപണി. കൊച്ചിയിൽ ഗാർബിൾഡ് കുരുമുളക് ക്വിൻ്റലിന് 48,600 രൂപ. അൺഗാർബിൾഡ് കുരുമുളക് 50,600. കുരുമുളക് വിപണി. കൽപ്പറ്റയിൽ ചേട്ടൻ കുരുമുളക് ക്വിൻ്റലിന് 48,000 രൂപ. വയനാടൻ കുരുമുളക് 49,000. കൊപ്ര വിപണി. ക്വിൻ്റലിന് കോഴിക്കോട് 8,100 രൂപ. തളിപ്പറമ്പ് 7,000. കാസർഗോഡ് 7,100 രൂപ. വെളിച്ചെണ്ണ വിപണി. ക്വിൻ്റലിന് കണ്ണൂർ 11,800 രൂപ. കോട്ടയം 11,700. ആലപ്പുഴ 11,000. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 33.7 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.4. കോഴിക്കോട് 32.4, 23.8. കൊച്ചി 32.4, 21. ആലപ്പുഴ 31.6, 24.1. പുനലൂർ 31.5, 22.5. തിരുവനന്തപുരം 31.1, 24 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.